UV ലൈറ്റാണ്. ഈ ഒരു UV ലൈറ്റ് അടിച്ചാൽ ഇത് ഗ്ലോ ചെയ്യും. ഈ ഗ്ലോ കാരണം ഇന്ന് പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. നേരെ താഴത്തേക്ക് ഇടുന്നതിനാണ് ജിഗിങ് എന്ന് പറയുന്നത്. മുടക്കിയിട്ട് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് എന്നാ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനൊരു ഉന്മാദം. ഹായ്, എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫിഷിംഗ് ആണ്. നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ഫിഷിംഗ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇന്ന് ഞങ്ങളൊരു ഫിഷിങ്ങിന് പോകാനുള്ള പരിപാടിയിലാണ്. ബോട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റാണ്. എൻ്റെ ഈ ഫിഷിംഗ് ടീമിനെ ഞാനും ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. കൂടെയുള്ള ചേട്ടന്മാരെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. കൂടെയുള്ള ചേട്ടന്മാർ ഇത് കൊണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഹായ് പറഞ്ഞ ചേട്ടാ. രാജേഷ് ചേട്ടൻ. ബ്രോഡ് വരാനും പറഞ്ഞു ഗോകുൽ. ഇനി ആൾക്കാർ വരാണ്ട് വെയിറ്റിംഗ് ആണ്. ഇന്നത്തെ നമ്മുടെ ഫിഷിംഗ് മുഴുവൻ ഇതുപോലത്തെ ലൂറെന്ന് കണ്ട പറയുന്നതിന് ഇത് വെച്ചിട്ടുള്ള പരിപാടികളാണ്. ഇങ്ങനത്തെ ഒത്തിരി ഐറ്റംസ്, വെറൈറ്റി ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെയൊക്കെ ശരിക്കും പേര് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. റോഡൊക്കെ സെറ്റ് ചെയ്ത് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടിയ റോഡ്. ഈ റോഡൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ പൈസ ഒന്നുമല്ല കേട്ടോ, നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ കുറെ ആൾക്കാരൊക്കെ ചോദിക്കുന്ന പോലെ ഇത്രയും പൈസ മുടക്കിയിട്ട് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് എന്നാ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനൊരു ഉന്മാദം, അല്ലെങ്കിൽ നമുക്കൊരു റിലാക്സ്. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത്. നമുക്കൊരു നല്ലൊരു എന്റർടൈൻമെന്റ്. ഇവിടെ ടീം ലീഡായ രാജേട്ടൻ പറഞ്ഞ പോലെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയത്തും ചൂണ്ടയെടുത്ത് ഇറങ്ങിയാണ്ടല്ലോ നമ്മുടെ മൈൻഡ് അങ്ങ് ഡൈവേർട്ടായി നമ്മൾ ഫ്രീ ആവും. ആദ്യമായിട്ടാണ് ചെറിയ ബോട്ടിൽ പോകുന്നത്. അതിൻ്റെതായ ചെറിയ പേടികളുണ്ട്, എന്നാലും നോക്കാം. ഞാൻ എന്തായാലും കയറി പാട് വിൻഡോ സീറ്റ്. ഞാനാണ് ഇത്രയും ചെറിയ ബോട്ടിൽ യാത്ര ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ട്. വാളങ്ങാനെ പേർക്കൊന്ന് ചെറിയ പേടിയുണ്ട്. എന്തായാലും സീ വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. പോയി നോക്കാം. ഞങ്ങളുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. സൗണ്ട് കേൾക്കുമോന്ന് അറിയത്തില്ല, എഞ്ചിന്റെ സൗണ്ട് ഉള്ളതുകൊണ്ട്. എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോയി നോക്കാം. ഇതിനകത്ത് കൂടെ നടന്ന് വീഡിയോ എടുക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ചെറിയ പേടി കാരണം കേട്ടോ നടക്കാത്തത്. കാരണം ഇതൊക്കെ നമ്മൾ ഇതിലിങ്ങനെ ഇതിന്റെ സൈഡിൽ കൂടെ ചെറിയ ഹോളുകൾ ഉണ്ട്, അതിൽ സെറ്റ് ചെയ്ത് വെക്കാണ്. നമ്മുടെ ഈ പുറകെ നേരെ കാണുന്നതാണ് മാലി സിറ്റി. നമ്മൾ അവിടെ നിന്നാണ് വണ്ടി എടുത്തേക്കുന്നത്. ക്യാപ്റ്റൻ 110 കത്തിക്ക് വിടും കേട്ടോ. ആർക്കെങ്കിലും ഈ ബോട്ടിലെ സ്പീഡ് ലിമിറ്റിനെ കുറിച്ച് അറിയെങ്കിൽ ഒരു കമന്റ് അടിക്കുക കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു പുതിയ അറിവ് കിട്ടും. അങ്ങനെ നമ്മുടെ ആശാൻ പണി തുടങ്ങിയിരിക്കുകയാണ്. കാസ്റ്റിംഗ് തുടങ്ങി. നിൽക്കാൻ പറ്റുന്നില്ല. നമ്മളങ്ങനെ കടലിലെ നടുക്ക് ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ്. ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തു. ബോട്ടിന്റെ രണ്ട് മൂലയ്ക്ക് നിന്നിട്ട് രണ്ടാശന്മാരും കാസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ആണ് നമ്മുടെ ക്യാപ്റ്റൻ. ബ്രോ, വാട്ട്സ് യുവർ നെയിം? അഫ്ര. യു ആർ ഫ്രം മാലി? മാലിന്നാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട രാജേഷ് ചേട്ടൻ. ഗോകുൽ, നമ്മുടെ ഗോകുൽ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ശ്രീലങ്കയിൽ നിന്നുള്ള ആളാണ്, ശ്രീലങ്കൻ. എന്താ സ്റ്റിപ്പ് ബൈറ്റ് അല്ലേ? എനിക്കിതൊക്കെ കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഉണ്ട്. എന്തായാലും പഠിച്ചെടുക്കണം. സ്റ്റിപ്പ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൂറാണ് ആ ചേട്ടൻ യൂസ് ചെയ്യുന്നത്. ബ്രോ യൂസ് ചെയ്യുന്നതിൻ്റെ പേരായത് ബ്രോ? പോപ്പർ. പല വെറൈറ്റീസ് ഉണ്ട്, നമ്മളെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ എന്നെപ്പോലെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരു കമൻറ്റ് അടിക്കുക കേട്ടോ. നമ്മുടെ ചെറിയ ബോട്ടിൻ്റെ സെറ്റപ്പുകൾ ഇതാണ്. ദിസ് വൺ ഫോർ ആക്സിലറേഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ. ദിസ് വൺ സ്പീഡ്. ദിസ് വൺ അവേഴ്സ്. ഓക്കെ, റണ്ണിങ് അവേഴ്സ് ആണ് ഈ ഗേജ്. ഇത് ഇതിൻ്റെ സ്പീഡാണ്. RPM no? Okay. Oh, here we can see the battery level also. Okay. പിന്നെ നമ്മുടെ സാധാരണ സ്റ്റീറിംഗ്.
3.7 mile from Mali, no? Just now we have. Okay. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ഇത്ര തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, കോമ്പസ്, വടക്ക് നോക്കി യന്ത്രം ഉരുണ്ടിട്ടിരിക്കുന്നത്. നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ മാലിയിൽ നിന്ന് 3.7 മൈൽസ് ദൂരെയാണ് നമ്മൾ നിർത്തിയിട്ടേക്കുന്നത് ബോട്ട്. ഇവിടെയാണ് നമ്മൾ ഫിഷിങ് ട്രൈ ചെയ്യുന്നത്. ഇതാണ് പോപ്പിങ്ങോ? പോപ്പി എന്ന് പറഞ്ഞാൽ ലൂറിൻ്റെ പ്രത്യേകത ഇതാണ് കണ്ടോ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ട് വരുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. ആദ്യം കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നില്ല, പാടിലൊക്കെ ആയിരുന്നു. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ജിഗിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിഗിങ് ആണ് ട്രൈ ചെയ്യുന്നത്. മൂന്ന് പേരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനത്തെ പ്രോസസ്സിനെയാണ് പറയുന്നത് ജിഗിങ്ങിന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ബോട്ടിൽ നിന്നിട്ട് നേരെ താഴത്തേക്ക് ഇടുന്നതിനാണ് ജിഗിങ് എന്ന് പറയുന്നത്. നമ്മൾ റോഡ് വെച്ചിട്ട് അകലേക്ക് വലിച്ചെറിയുന്നതിനാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് ജിഗിങ്. നമ്മുടെ നാട്ടിൽ പുഴ മീൻ പിടിച്ചുകൊണ്ടിരുന്ന സെറ്റപ്പ് അല്ല, കുറേ പഠിക്കാനുണ്ട്. ഈ ലൂറ് പറഞ്ഞാൽ കളർ കണ്ടിട്ടല്ലേ വരുന്നത്? ആക്ഷനൊക്കെ കണ്ടിട്ടാണ് വരുന്നത് അല്ലേ. കാരണം വേറെ ഏതോ റിസോർട്ടിൽ നിന്ന് പോകുന്ന ബോട്ടുകളാണ് ടൂറിസ്റ്റിനെ കൊണ്ടുപോകുന്നത്. അവിടെയാണ് മലി. ആ വേവ് അല്ലേ. ബോട്ട് പോയതിൻ്റെ ഒരു അല വരുന്നുണ്ട്. അതേതായാലും സ്പിന്നിങ് റീൽ അല്ലേ? സ്പിന്നിങ് റീലാണ്. ഇത് ഓവർ ഹെഡ് റീൽ. ഇതിനെന്താ വ്യത്യാസമുള്ള ചേട്ടാ? ഇതിന്റെ മെക്കാനിക്സ് ഒക്കെ വേറെ പ്ലേസ് ചെയ്യുന്നത് താഴെ അല്ലേ? ഈ റീല് മുകളിലല്ലേ? ഓ, അതിന്റെ റോഡുകളും അതേ ഗൈഡുകൾ വ്യത്യാസം ഉണ്ടല്ലേ? ശരി കേട്ടോ. ഇവിടെ മെക്കാനിസം വ്യത്യാസം ഉണ്ടല്ലേ? അതെ. ഇതാണ് ഇതിന്റെ പേര് പറഞ്ഞേ. ഇത് ഓവർ ഹെഡ് റീൽ. ഓവർ ഹെഡ് ഇതും ജിഗിങ്, ഓവർ ഹെഡ് ജിഗിങ് റീലാണ്. ഓ, മുടി ഡാർക്ക് ആയി കഴിഞ്ഞാല് പിന്നെ ബറാക്കുട എന്ന് പറഞ്ഞ മീനുണ്ട്. ആ മീന് ഡാർക്ക് ആയ പിന്നെ മറ്റേ പറക്കണതാണല്ലേ? ഒരു നമ്മുടെ നാട്ടിലെ ശീലാവ് പറഞ്ഞ. മിക്ക ദിവസം രാത്രി ഫിഷിങ്ങിന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ശല്യം എന്നാണ് പറയുന്നത്. നമുക്കത് കാണാനുള്ള അവസരം കിട്ടുമോ നോക്കാം. ഇതിലിപ്പോ ഞാനിപ്പോ ഒരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാല് ഈ സ്ട്രൈപ്പ് ഉണ്ട്, ഇത് ഗ്ലോ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ മീനിന് തീറ്റയ്ക്ക് വരെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. That's not good. That's casting. That's lure. ഇതാണല്ലേ ഇതിന്റെ പ്രത്യേകത അല്ലേ? ഇത് നമുക്കിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രകാശം ഇതൊരു ലൂമിനസ് ആണ്. അപ്പോൾ ഇത് UV ലൈറ്റ് ആണ്. ഈ UV ലൈറ്റ് അടിച്ചാൽ ഇത് ഗ്ലോ ചെയ്യും. ഈ ഗ്ലോ കാരണം കുറച്ചും കൂടി ഈസി ആയിട്ട് മീന് പെട്ടെന്ന് കാണുമല്ലേ അല്ലേ? UV ലൈറ്റ് വെച്ചിട്ട് ഇതിനെ തെളിയിക്കാനുള്ള പരിപാടിയാണ്. ഇത് ഫ്ലൂറസെന്റ് പോലത്തെ കളറാണ്. ലൈറ്റില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫ്ലൂറസെന്റ് തെളിയുന്നുണ്ട്. ഇവിടെ വേറെ ടീമുകളും ജിഗിങ് ചെയ്യുന്നുണ്ട്. വേറൊരു ബോട്ട് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. കാണാൻ പറ്റുമോ എന്നറിയില്ല. ഒരു ചുമന്ന ലൈറ്റ് കടിച്ച് കിടക്കുന്നുണ്ട് അവിടെ. നമ്മൾ വേറെ സ്ഥലം ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീ സ്ട്രൈക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ മച്ചന്മാരെ ഞങ്ങളുടെ ആദ്യത്തെ മീൻ കൊളുത്തി. നമ്മൾ ആദ്യം പറഞ്ഞ സാധനം തന്നെയാണ് ബറക്കുട. ഇത് കോലാൻ പോലെയാണല്ലോ ഇരിക്കുന്നത് അല്ലേ? ബറക്കുട. ഓക്കെ, നമ്മുടെ ബറക്കുടയ്ക്ക് പുറകെ ഗൂഗിൾ മച്ചാൻ എന്തോ അടിച്ചിട്ടുണ്ട്. ഏത് സാധനമാണെന്ന് നമ്മൾ വെയിറ്റിംഗ് ആണ്. ബറക്കുടയാണോ ഇനി വേറെ ഏതെങ്കിലും ഫിഷ് ആണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ഓ, ബറാക്കുട അല്ലല്ലേ? ഇതെന്നെ സാധനം? സുമ്മസോ? തോമസോ? തോമസ്.
ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമന്റ് അടിക്കുക കേട്ടോ. ലൊക്കേഷൻ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. You want to bring Barracuda now? See, Barracuda got strike. Yeah, keep light on. Strike. Yeah, there's a Barracuda. Keep light, man. പറക്കോട ഒന്ന് അടിച്ചാണോ അവിടെ? അടിച്ചിട്ടുണ്ട്. I was on the strike. Then Barracuda. കണ്ടോ? അടിച്ചാൽ ഇതിനെ Yes, Barracuda. എനിക്ക് ജിഗ്ഗിങ്ങിന് വന്നിട്ട് ആദ്യമായിട്ട് കിട്ടിയ ഫിഷാണ്. അതിനിട്ട് ബർക്കുട വന്ന് അടിച്ചതിന്റെ പാടാണ് നമ്മളിപ്പോ കണ്ടത്. ഫസ്റ്റ് ഫിഷാണ്. ഫസ്റ്റ് ഫിഷ്. Oh, we have a flash. ക്ലിക്ക്. Then we can get squid also, right? ഇതിന്റെ പേരായിരുന്നു ചേട്ടാ? ഇത് ഡൊമ്മസ്. ഡൊമ്മസ്. അങ്ങനെ നമ്മുടെ പത്തുവിനും ഒരു മീനെ കിട്ടിയിരിക്കുന്നു. ഡൊമ്മസ് ആണ്. ഡൊമ്മസ്. അതും ഫസ്റ്റ് മീനോ ഫസ്റ്റ് ഫിഷോ Today first one. ഫസ്റ്റ് വറ്റയാണ്. ഫസ്റ്റ് വറ്റ. എനിക്ക് ജിഗിങ്ങില് രണ്ടാമത്തെ മീൻ. എന്തായാലും കൊള്ളാം. എങ്ങനെയുണ്ട് നോക്ക് സാധനം. വലിപ്പം നോക്ക്. സൈസ് നോക്ക്. സൈസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒന്ന് പേടിച്ചിരിക്കുന്നു. സൂപ്പർ സൂപ്പർ. ഫസ്റ്റ് എക്സ്പീരിയൻസ്. നല്ല വെയിറ്റ് ഉണ്ടല്ലേ? അടിച്ചു. നല്ല ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ഇത്ര നേരം രാജേട്ടൻ കണ്ണിൽ എണ്ണ വെച്ചിരിക്കുന്നു. നൈസ് ഫിഷ്. ഏതാ സാധനം നമ്മൾ വെയിറ്റിംഗ് ആണ്. കട്ട വെയിറ്റിംഗ്. നല്ല ഫൈറ്റ് ആട്ടോ. എത്തിയില്ല. ഇപ്പൊ എത്തും. അങ്ങനെ വള്ളത്തിൽ കയറ്റിയിട്ട് തന്നെ കാര്യം. നമ്മൾ ഹുളുമാലി ബ്രിഡ്ജിന്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആഞ്ഞു പിടിക്കട്ടെ അങ്ങോട്ട്. ഫിഷ് ഓഫ് ദ ഇയർ. അതെ 24 ആദ്യത്തെ വലുതല്ലേ? ഈ സൗണ്ട് കേൾക്കാൻ നല്ല രസമില്ലേ? ചൂണ്ടേ കുരുങ്ങിയവൻ അതും വലിച്ചുകൊണ്ട് പോകുന്നതിന്റെ സൗണ്ടാണ്. മുകളിൽ എത്താറായിരുന്നു. ദേണ്ട തിരിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു മൊത്തം. ഇപ്പൊ തന്നെ ഒരു 10 മിനിറ്റിന് മുകളിലായി. ഷാർക്കാണെങ്കിൽ നമുക്ക് ബാഡിലേക്കാണ്, എടുക്കാൻ പറ്റില്ല, പണി പാടും. ഷാർക്കാണെങ്കിൽ എടുക്കാൻ പറ്റില്ലല്ലോ, പണി പാടില്ലേ. ഇവിടെ മാൾഡീവ്സിൽ സ്രാവും തെരണ്ടിയും നമുക്ക് പിടിക്കാൻ പറ്റില്ല. ലീഗലായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ല. അത് രണ്ടും നമുക്ക് ചൂണ്ട കിട്ടുവാണെങ്കിൽ തിരിച്ചു വിടുക തന്നെ വേണം. സ്രാവൊന്നും ആകാതിരിക്കട്ടെ. ഇവിടുത്തുകാരൻ പറയുന്നത് സ്രാവിനെ പിടിക്കാൻ പറ്റില്ല, പക്ഷെ അതാണ് മൊത്തം മീനെ തിന്ന് നിൽക്കുന്നതെന്നാണ്. ഷാർക്കാണ്. പണിവാളി വലിയ ഷാർക്കാ. മീൻ എന്തായാലും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് ജിഗ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കണം. ഷാർക്കാണ്. ഇത്ര നേരം കളിച്ച സാധനം ഷാർക്കിലാണ്. അരമണിക്കൂറിന് മുകളിൽ ഫൈറ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ബാട്ടിലേക്ക് എടുക്കാൻ പറ്റത്തില്ല. നാട്ടിലാണെങ്കിൽ അവൻ നേരത്തോട് നേരാകുമ്പോൾ ചട്ടി കയറിയനെ. എൻ്റെ 3/4 സൈസ് ഉണ്ട്. ഒരു 4 അടി സൈസ് ഉണ്ടോ ഉള്ള ചേട്ടാ? 4 അടി മുകളിലുണ്ടോ അല്ലേ? ഒരു 5-5.5 അടി നീളം ഉണ്ട് എന്തായാലും. ഒരു 40 കിലോയുടെ അടുത്ത് വെയിറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതെ. ചൂണ്ടയിൽ നമ്മൾ കൊളുത്തിയിട്ട് ആ തിളങ്ങുന്ന പോലത്തെ സാധനം അതിന് നല്ല വില തന്നെയാണ്. അതുകൊണ്ട് അതെങ്കിലും ഊരിയെടുക്കാൻ ഓർത്തിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ 20 മിനിറ്റ് ഇതിനിട്ട് കളിച്ചു. വലിയ ഷാർക്കാണ്. എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അയച്ചു വിടുകയാണ്. ആശാൻ എന്തായാലും ഫൈറ്റ് ചെയ്ത് ടയർഡായിട്ട് കിടക്കോട്ടോ. സമയം കളഞ്ഞു. എങ്ങനെയെങ്കിലും അത് ഊരിയെടുക്കുവാണെങ്കിൽ നമുക്ക് ബാക്കി ഇവിടെ നോക്കായിരുന്നു. സ്ലീപ്പിംഗ് ഓൾസോ. എൻ്റെ പൊന്നോ, എൻ്റെ പല്ല് കണ്ടാ? പല്ല് നോക്കിയ ഷാർക്കിൻ്റെ. ഞാൻ ആദ്യമായിട്ടാണ് ലൈവായിട്ട് ഇങ്ങനെ ഷാർക്കിനെ കാണുന്നത് കേട്ടോ. വല്ലാത്തൊരു സംഭവം തന്നെയാണ്. നമ്മൾ റിലീസ് ചെയ്ത് വിട്ടു. പോയി തരത്തി കളിക്ക്. നമ്മൾ ബ്രിഡ്ജിനോട് കുറച്ചും കൂടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഷാർക്ക് കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് വിട്ടു. ഇനി അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഷാർക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ പിടിച്ചിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പ് പോലത്തെ ഒരു മാപ്പാണ്
കടലിന്റെ ഡെപ്ത് അറിയാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. 36 മീറ്റർ ഡീപ്പ്. Yeah, this is 30 meters. Now where we are? This is center, 30 meters. That is the one we are, no? 30 meter. This side 10 meter. That side 8 meter. Or 5 meters. This one, which map you are using? This is sea map. Huh? Sea map. Sea map. This is a paid one? This is free one. ഫിഷിങ്ങിന് പോകുന്ന നമ്മളെപ്പോലുള്ളവർക്ക് ഇതൊരു അടിപൊളി മാപ്പാട്ടോ. വീണ്ടും ചേട്ടൻ എന്തോ ഒരു ഇത് അടിച്ചിട്ടുണ്ട്. ഷാർക്ക് ആകാതിരിക്കണം എന്നുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾ വലിച്ചോണ്ടിരിക്കുന്നു, ആഞ്ഞു വലിക്കുന്നു. ഷാർക്ക് തന്നെയാണത്. അയ്യോ അങ്ങനെ പറയല്ലേ ചേട്ടാ. സൈഡിലാണ് അടിച്ചേക്കുന്നത്. നിന്റെ പേരേട്ടാ? അലഹന്തിയോ? Try again. ഇത് മറ്റേ പോലത്തെ തന്നെ സാധനല്ലേ? ഇത് സൈഡിൽ അടിച്ചേക്കുന്നത്, തൊലിയെല്ലാം കൊണ്ട് അടിച്ചേക്കുന്നത്. What is that too? എന്തോ ലിക്കർ അടിച്ച സാധനല്ലേ ഏട്ടാ? തൊലിയെല്ലാം കൊണ്ട് അടിച്ചേക്കുന്നത്. അവനാ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയതാ. ഇത് അത്യാവശ്യം വലുതാണ്, അത്യാവശ്യം വലിയൊരു This is Kalahandi. കളഹന്തി. ബ്ലാക്ക് പച്ച. കളഹന്തി ബ്ലാക്ക് കളർ അല്ലേ? മറ്റേ ഇതിന്റെ തന്നെ ഷേപ്പ് അതേപോലെ അല്ലേ? ബ്ലാക്ക് ട്രാവലി. ബ്ലാക്ക് ട്രാവലി. ഗുഡ് ഫിഷ്. ആയിസ് എത്തി നിന്ന മീൻ കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് കുടുങ്ങിയല്ലോ. മാൽഡീവ്സിൽ ഇതുപോലുള്ള ഫിഷിംഗ് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എത്ര പേരുണ്ടെന്നൊന്നും അറിയാലോ. നമ്മുടെ എയർപോർട്ടിന്റെ തൊട്ടടുത്തായതുകൊണ്ട് ഇഷ്ടം പോലെ ഫ്ലൈറ്റാണ് ഇതേപോലെ വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗ്യത്തിന്റെ കളി ആയതുകൊണ്ടേ എപ്പോഴും നമുക്ക് ഏറ്റവും വലിയ മീനൊന്നും കിട്ടണമെന്നില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും. ഈ പ്രാവശ്യം നമുക്ക് കറുത്തതും വെള്ളയായിട്ടുള്ള വറ്റ, ബറക്കുട, ദൊമ്മസ് ഈ മീനുകളാണ് കിട്ടിയത്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഫിഷിംഗ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. 5 മണിക്കൂറത്തേക്കായിരുന്നു ഞങ്ങൾ ഹയർ ചെയ്തിരുന്നത്. 5 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പൊ സമയം 10 കഴിഞ്ഞു. 10 കഴിഞ്ഞപ്പോഴത്തേനും 5:30 സ്റ്റാർട്ട് ചെയ്താണ്. 10 5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അടുത്ത നല്ല അടിപൊളി ഫിഷിംഗ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ. ചേട്ടാ ഒരു ബൈ ബൈ. ഹായ്. ബൈ ബൈ. ബൈ ബൈ.